പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാൽ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വാന്തനമായി പനക്കലച്ചൻ നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്പോൾ വായിച്ച് പനക്കലച്ചൻ നിർദ്ദേശം നൽകുന്നതായിരിക്കും. സ്നേഹം നിറഞ്ഞ പനക്കലച്ച, എൻ്റെ പേര് തോമസ്. ഞാൻ ഈ കത്ത് എഴുതുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. അവൾക്ക് 22 വയസ്സായി. അവൾ ചെറുപ്പം മുതലേ നല്ല ഭക്തിയുള്ള കൊച്ചായിരുന്നു. എന്നും പള്ളിയിൽ പോയിരുന്നു. കുറച്ച് നാളായിട്ട് അവളുടെ സ്വഭാവത്തിന് ഭയങ്കര മാറ്റം വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ അവളറിയാതെ അവളെ പിന്തുടർന്നു. അപ്പോഴാണ് അവൾ കോളേജിലേക്ക് പോകുന്നില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. തുടർന്നുള്ള അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അവൾ മാരക ലഹരി വസ്തുക്കൾക്ക് അടിമയാണ് എന്നാണ്. എൻ്റെ ഭാര്യ ഇതറിഞ്ഞാൽ ചങ്ക് തകർന്നു പോകും. ഇത് ഞാൻ ഏതുവിധം കൈകാര്യം ചെയ്യും അച്ഛൻ്റെ വിലയേറിയ നിർദ്ദേശം ഗുഡ്നസ് ചാനൽ വഴി നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തോമസ് എന്ന കുടുംബനാഥൻ്റെ വലിയ ഭയാനകമായ വേദനയും ദുഃഖവുമാണ് ഈ കത്തിൽ നമ്മൾ തിരിച്ചറിയുന്നത്. തോമസ് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ വളരെ വളരെ ഗൗരവമായ ഒരു അവസ്ഥയിലാണ്. കാരണം തൻ്റെ മകള് 22 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, കോളേജിൽ അവൾ ലഹരിയുടെ അടിമയായി തീർന്നിരിക്കുന്നു. 22 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയോട് ഏറ്റവും കൂടുതൽ അടുത്ത് പെരുമാറുന്നത് അവളുടെ അമ്മയാണല്ലോ. ഒരമ്മയെന്ന നിലയിൽ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വന്നിരിക്കുന്ന വീഴ്ചയായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ തോമസ് പറയുകയാണ്, ഇവൾ ലഹരിക്ക് അടിമയായി തീർന്നിരിക്കുകയാണെന്ന്. നമുക്കറിയാം, ലഹരിയുടെ സാധനങ്ങൾക്കെല്ലാം നല്ല വിലയുണ്ട്. അത്രയും വിലയുള്ള ലഹരി സാധനങ്ങൾ ഇവൾ പതിവായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പണം എവിടെ നിന്ന് കിട്ടും, ഇവൾ എവിടെ നിന്ന് ഉണ്ടാക്കുന്നു എന്ന കാര്യം തോമസ് ചിന്തിക്കേണ്ടതാണ്. മകൾ ലഹരിക്കടിപ്പെട്ടു എന്ന് പറഞ്ഞ് ബോധം കെടുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഈ പ്രശ്നത്തെ വേണ്ടത്ര ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കൈകാര്യം ചെയ്യാനായിട്ട് തയ്യാറാകണം. തൻ്റെ മകള് ലഹരിക്കടിമയാണ് എന്ന് അറിഞ്ഞ നിമിഷം മുതൽ തോമസ് മനസ്സിൽ കൊണ്ടുവന്നിരിക്കുന്ന ചിന്ത എൻ്റെ ഭാര്യ അറിയരുത് എന്നുള്ളതാണ്. തൻ്റെ മകള് ദൈവത്തിനും അതുപോലെ തന്നെ കുടുംബത്തിനും നഷ്ടപ്പെട്ടവളായി, അവൾക്ക് തന്നെ നഷ്ടപ്പെട്ടവളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ നാശകരമായ അവസ്ഥയെ തോമസ് അതിനെ അർഹിക്കുന്ന വിധത്തിൽ കാണുന്നുണ്ടോ എന്നത് ഒരു സംശയമാണ്. അതുകൊണ്ട് സ്നേഹമുള്ള തോമസെ ശ്രദ്ധിക്കുക. തോമസിൻ്റെ മകൾ ലഹരിക്ക് അടിമയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തോമസ് ചിന്തിക്കണം, ഇവൾക്ക് എവിടെ നിന്നാണ് ഈ പണം ഉണ്ടായിരിക്കുന്നത്? ഒന്നില്ലെങ്കിൽ അമ്മ കൊടുക്കുന്നു, അല്ലെങ്കിൽ അപ്പൻ കൊടുക്കുന്നു. നിങ്ങൾ രണ്ടുപേരും അല്ല പണം കൊടുക്കുന്നതെങ്കിൽ അവൾക്ക് പണം എവിടെ നിന്ന് കിട്ടുന്നു? അങ്ങനെ പണം നിങ്ങൾ കൊടുക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അവൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അങ്ങനെയാണ് അവൾ ലഹരി ഉപയോഗിക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ അടിമത്വം ലഹരിയുടെ അടിമത്വം മാത്രമല്ല,
അവൾ മറ്റാരുടെയോ അടിമയാണെന്ന്. അത് വലിയ സെക്സൽ പിന്നെ അടിമത്വം കൂടി വന്നിരിക്കുകയാണ്. ഓ, അത് രണ്ടും കൂടെ ചേർന്നതാണ്. അത് വളരെ ഗൗരവമായിട്ട് കാണേണ്ടതൊരു കാര്യമാണ്. ഇനി നിങ്ങൾ പണം കൊടുത്തു അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവളോട് ചുറ്റിപ്പറ്റി ഒരു ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ ആ ഗ്യാങ്ങിനെ ഇവൾക്ക് വേണ്ട എന്ന് വെച്ചാൽ പോലും ഈ ഗ്യാങ് സമ്മതിക്കുകയില്ല. അവരെങ്ങനെയെങ്കിലും വീണ്ടും അവളെ അതിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഗ്യാങ്ങിൽ നിന്ന് അവളെ രക്ഷിക്കേണ്ടതൊരാവശ്യമാണ്. അതായത് ചെകുത്താനാരാധന നടത്തിയ പോലെയാണെന്ന്, പിന്നെ നമ്മളെ വിടില്ല എന്ന്. അതെ, കാരണം അവർക്ക് ഇവളൊരു ഉപകരണമാണ്, വരുമാന മാർഗമാണ്, എല്ലാമാണ്. തന്നെയല്ല ഇതൊക്കെ ഇവള് വാങ്ങിച്ചെടുക്കുന്ന ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ ഒരു ബന്ധനമായിട്ട് വല്ലാത്തൊരു കാര്യമാണ്. ഇനി അഥവാ ഇവള് പിന്നെ അത് വേണ്ട എന്ന് വെച്ച് പിന്നെ തോമസിൻ്റെ ഉപദേശം സ്വീകരിച്ച് ഒന്ന് പിന്മാറാനായിട്ട് ട്രൈ ചെയ്താൽ, അതൊന്നും അവൾക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചെയ്താൽ പോലും ഈ ഗ്യാങ് വളരെ സീരിയസ് ആകും. അവർക്ക് പേടിയുണ്ടാകും, ഇവളെങ്ങാനും ഞങ്ങളെ ഒറ്റിക്കൊടുക്കുമോ എന്നൊക്കെയുള്ള പേടി വരുന്നതുകൊണ്ട് സമൂഹത്തിൽ വലിയ ഇഷ്യൂ ഉണ്ടാകും. കാരണം ചിലപ്പോൾ അവർ ഇവളെ വേറെ പല രീതിയിലുമൊക്കെ ഭയപ്പെടുത്താനും നശിപ്പിക്കാനും ഒക്കെ ശ്രമിക്കും. അങ്ങനെ വളരെ മദ്യപാനത്തെ പോലെ തന്നെ, വളരെ ലഹരിയുടെ അടിമത്തം പോലെ തന്നെ വളരെ അപകടകരമായ ഒരു ബന്ധത്തിലാണ് തൻ്റെ മകൾ ചെന്ന് എത്തിയിരിക്കുന്നത് എന്ന കാര്യം കൂടി തോമസ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് തോമസ് ഒന്ന് ദൈവഭാഗെ എളിമപ്പെട്ട് തോമസിൻ്റെ ഭാര്യയും തോമസും കൂടെ ഒരുമിച്ചിരുന്ന്, അതായത് ഇത് ഭാര്യ മനസ്സിലാക്കിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്ത തന്നെ തെറ്റാണെന്ന്. അതെ, രണ്ടുപേരും കൂടിയിട്ട് വേണം ഈ പ്രശ്നത്തെ നേരിടാൻ, അല്ലാതെ ഒരിക്കലും ഇത് പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. ഓക്കെ. അതുകൊണ്ട് തോമസും ഭാര്യയും കൂടെ ഒരുമിച്ചിരുന്ന് ഈ വിഷയത്തെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കി ഇനി എന്ത് ചെയ്യണമെന്ന് രണ്ടുപേരും കൂടിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഇത് വലിയൊരു പാടാണ്. ചിലപ്പോൾ മാതാപിതാക്കളെ ഈ മകനോ മകളോ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മാത്രം അറിഞ്ഞതിനൊതുക്കാൻ നോക്കും. അത് ശരിയായ നിലപാടല്ല എന്ന് അച്ഛൻ പറയുന്നത്. ഓക്കെ. ചിലപ്പോഴൊക്കെ ഈ മകളുടെ കൈയടി വാങ്ങിച്ചെടുക്കാൻ അപ്പൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എടി അമ്മയൊന്നും അറിയണ്ട എന്നൊക്കെ പറയുന്ന ചില കുടുംബ സംഭവങ്ങൾ നമ്മൾ പഴയ നിയമകാലം മുതൽ കാണുന്നൊരു കാര്യമാണ്. അത് ശരിയാണ്. പിന്നെ യാക്കോബിന് അമ്മ ആഹാരം പിന്നെ ഇറച്ചി തയ്യാറാക്കി കൊടുത്ത് പിന്നെ അനുഗ്രഹം വാങ്ങിച്ചെടുത്ത സംഭവമൊക്കെ അങ്ങനെ അമ്മയും മകനും അപ്പനും മകളും ഒക്കെ സെറ്റ് കൂടി ഒരു വിഭജനം ഉണ്ടാക്കില്ലേ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കാം ഇവളെ ഈ ലഹരിയുടെ കൂട്ടുകെട്ടിലേക്ക് നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ആത്മശോധന അവർ ചെയ്യേണ്ടതാണെന്ന്. ലഹരിയുടെ അടിമത്വമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വെറും ലഹരിയുടെ അടിമത്വം മാത്രമല്ല, അതിനോട് ചേർന്ന് പല പ്രോബ്ലവും ആ കുട്ടിക്കുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സൗഖ്യം കിട്ടിയാൽ മാത്രമേ ഈ കുട്ടിയെ മോചിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ തോമസും ഭാര്യയും കൂടെ ഒരുമിച്ചിരുന്ന് ഈ സംഭവത്തെ അതിന് പൂർണ്ണതയിൽ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ അത് കൊണ്ടുവരണം. മുട്ടുമയിൽ നിന്ന് മാത്രമാണ് ഈ പ്രശ്നത്തെ വിടുവിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി ആ പെൺകുട്ടിയെ കോളേജിലേക്ക് പറഞ്ഞയക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. പഠനം നിർത്തുക ഉടൻ. കോളേജിലേക്ക് വിടുന്ന പരിപാടി, ആ കോളേജിലേക്ക് വിടുന്ന പരിപാടി അവസാനിപ്പിച്ച് ഇല്ലെങ്കിൽ ഈ കുട്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ കൂട്ടുകാരുടെ ബന്ധത്തിൽ വീണ്ടും പെടും. അതുകൊണ്ട് ഇവളുടെ ഉള്ളിൽ പിന്നെ ലഹരി എന്ന് പറയുന്ന ഒരു അടിമത്വം കൂടിയാണ്. അത് അടിമത്വം മാത്രമല്ല, പ്രത്യേകിച്ച് 22 വയസ്സ് പ്രായ ഒരു പെങ്കൊച്ചാണ്.
അതൊക്കെ കൊണ്ട് ഈ ലഹരിയുടെ അടിമത്തമുള്ള വ്യക്തികളും ഒക്കെ ആയിട്ടുള്ള ചില തെറ്റായ റിലേഷൻഷിപ്പും ഒക്കെ ഈ പെൺകുട്ടിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് അവളെ അവരിന്ന് മോചിപ്പിച്ചെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങനെ മോചിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഭീഷണിയൊക്കെ ഉണ്ടാവും. അതായത് ആദ്യം തന്നെ ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെന്നോ? അതെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം അവളെ പറഞ്ഞ് മനസ്സിലാക്കുക. മോളെ, അവൾ പറയും ഇനി ഞാൻ അവരുടെ കൂട്ടത്തിൽ പോവുകയില്ല, ഞാൻ ഇനി ലഹരിയെ കഴിക്കുകയില്ല എന്നൊക്കെ തോമസിൻ്റെയും അമ്മയുടെ മുമ്പിൽ അവൾ സമ്മതിച്ചെന്ന് വരും. പക്ഷേ അവളോട് സത്യം തുറന്ന് പറയുക, നിൻ്റെ സ്വന്തം ശക്തി കൊണ്ട് നിനക്ക് ഇത് നിർത്താൻ പറ്റും, ഈ ഗ്യാങ്ങിനെ ഉപേക്ഷിക്കാനും പറ്റുകയില്ല, അതുപോലെ തന്നെ ലഹരിയിൽ നിന്ന് നിനക്ക് മോനം കിട്ടുകയില്ല. നീ ഇനി ആ ഗ്യാങ്ങിനെ ഉപേക്ഷിച്ചാലും ഗ്യാങ് നിന്നെ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് നീ ഭീഷണിയുടെ മുമ്പിലാണ്. അതുകൊണ്ടാണ് നീ കോളേജിൽ പോകണ്ട എന്ന് പറഞ്ഞത്. അല്ലാതെ നിന്നിൽ എന്തെങ്കിലും വിശ്വാസക്കുറവുള്ളത് കൊണ്ടല്ല. നീ നോ എന്ന് പറഞ്ഞാൽ അത് ലംഘിക്കും എന്ന് ചിന്തിച്ചത് കൊണ്ടല്ല. പതുങ്ങിയിരിക്കുന്ന അപകടത്തിനോടും നീ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് മോള് ഞങ്ങളെ അനുസരിക്കുക. നീ ഇനി കോളേജിൽ പോയില്ല എന്നുകൊണ്ട് അതുകൊണ്ട് നിൻ്റെ ഭാവിയെല്ലാം തകർന്നു പോകുമെന്നോ ഒന്നും നീ വിചാരിക്കണ്ട. അങ്ങനെ അവർ ആ കോളേജിൽ പോക്ക് അവസാനിപ്പിച്ച് വീട്ടിൽ അവളെ സംരക്ഷിക്കുക. പിന്നെ ഉള്ളത് ഒരു നല്ല സൗഹൃദം അമ്മയും മകളുമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അവളുമായിട്ട് സംസാരിക്കണം. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ഈ ലഹരിയിലേക്ക് പോയത്? ഏതെങ്കിലും കൂട്ടുകെട്ട് വഴി ചെന്ന് പെട്ടുപോയതാണോ? കൂട്ടുകാരികൾ വഴി ചെന്ന് പെട്ടുപോയതാണെങ്കിൽ ഇവിടെ അമ്മച്ചി ഒരു കാര്യം ചിന്തിക്കണം. എന്തുകൊണ്ട് അങ്ങനെ ഒരു തെറ്റുണ്ടായപ്പോൾ ഇവൾ അമ്മയുടെ മുമ്പിൽ അമ്മ ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞില്ല? ഇവളുടെ അപ്പൻ ഇവളെ എത്ര ദൂരം സ്നേഹിക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ട് ഇവൾ അപ്പനോട് പറഞ്ഞില്ല? അപ്പോൾ അതിന് ചിലപ്പോൾ ഉത്തരം വന്നെന്ന് വരും. അപ്പനോട് പറഞ്ഞ് അപ്പൻ പിണങ്ങിയെങ്കിലോ അപ്പൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടുവെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് അവൾ പിന്നെ പറയാതിരുന്നത് എന്ന് അവൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൾ അപ്പനും അമ്മയും പ്രീതിപ്പെടുത്തിയാണ് അപ്പനും അമ്മയുടെ സ്നേഹം അവൾക്ക് കിട്ടുന്നതെന്നാണ് അവൾ ചിന്ത. അപ്പോൾ അവർക്ക് പ്ലീസിങ് ആയിട്ട് കാര്യം ചെയ്താൽ മാത്രമേ സ്നേഹിക്കുള്ളൂ എന്നുള്ളതാണ്. അതല്ല, എൻ്റെ എല്ലാ കുറവിലും എൻ്റെ മാതാക്കന്മാർ എന്നെ സ്നേഹിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കുടുംബ സാഹചര്യത്തിൽ മാത്രമാണ് കുട്ടികൾ തങ്ങളുടെ കുറവുകൾ ഏറ്റുപറയുകയുള്ളൂ. അതായത് ബന്ധം ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ നല്ല ബന്ധമില്ലെങ്കിൽ കുട്ടികൾ അവരുടെ പ്രശ്നങ്ങളൊന്നും മാതാപിതാക്കളോട് പറയില്ല. അവിടെ ഉള്ളത് പ്ലീസിങ്ങിൻ്റെ പ്രശ്നമാണ്. അതായത് ഒരു കുട്ടി അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമ്മ ഭയങ്കരമായ സ്നേഹം കാണിക്കും. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം വന്ന് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അമ്മ ഉടനെ തന്നെ ആ സ്നേഹം സ്റ്റോപ്പ് ചെയ്യുന്നു പോലെ അനുഭവപ്പെടുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പ്ലീസ് ചെയ്യാൻ നോക്കും. അമ്മേനെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. പ്ലീസ് ചെയ്താൽ അതിന് പ്ലീസ് ചെയ്യുക എന്നുള്ളതാണ് സ്നേഹം കിട്ടാനുള്ള മാർഗം എന്നുള്ള ഒരു പരിശീലനമാണ് ഈ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ആ കുട്ടി ഒരിക്കലും മറ്റുള്ളവരോട് നോ പറയുകയില്ല. നോ എന്ന് പറഞ്ഞാൽ അവരെ പ്ലീസ് ചെയ്യുന്നില്ലല്ലോ. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കുടുംബങ്ങളിൽ ഇതൊരു നമുക്ക് അതിശയം തോന്നുന്ന ഒരു സംഭവമാണിത്. കാരണം വീടുകളിൽ ഈ മാതാക്കന്മാരെ പ്ലീസ് ചെയ്ത് അവരുടെ സ്നേഹം സ്വീകരിച്ച് അങ്ങനെ അവരുടെ നല്ല കൊച്ചായി ജീവിക്കുന്ന കുട്ടികളുണ്ട്. ഇരട്ടമുഖമാണ് അവർക്ക്. പുറത്തേക്ക് അവർ അമ്മേനെ അപ്പനെയും സംതൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യും,
അപ്പം അവർ മാതാപിതാക്കന്മാരെ സുഖിപ്പിച്ച് ജീവിക്കുക പ്ലീസ് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊടുക്കുമ്പോഴാണ് സ്നേഹം കിട്ടുന്നതെന്ന ഒരു ധാരണ അനുഭവം ഇവരുടെ ഉള്ളിൽ ആഴത്തിൽ കിടക്കുകയാണ്. ഇങ്ങനെയുള്ള കുട്ടികൾ വെളിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ അവർക്ക് എന്നെ ആരോടെങ്കിലും നോ പറയാൻ ബുദ്ധിമുട്ടാണ്. നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പിണങ്ങും എന്നത് അവരുടെ ഉള്ളിൽ എഴുതപ്പെട്ടിരിക്കുന്നൊരു നിയമമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാരി വന്ന് അവളെ വിളിക്കുകയാണ്, നമുക്ക് ഇന്നോടത്ത് പോകാം. അപ്പം നോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവളെന്നെ ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് അവളുടെ ഇഷ്ടം എനിക്ക് കളയാനായിട്ട് താല്പര്യമില്ല. പ്ലീസ് ചെയ്താണ് ഈ കുട്ടി വളരുന്നത്. അതുകൊണ്ട് ആ കുട്ടികൾ എന്ത് ചെയ്യുന്നു, വളരെ ഈസി ആയിട്ട് പയ്യെ ഇവളുടെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ ഇവൾ കൊടുത്തി പോകുന്നു. അങ്ങനെയാണ് ഈ കുട്ടികൾ പലതും തെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഈ കുടുംബത്തിൽ ഈ കൊച്ചിന് കിട്ടിയിരിക്കുന്നത് എന്ന് അങ്ങനെ ഊഹിക്കാം. അപ്പോൾ ഇത് തോമസും അമ്മയും മനസ്സിലാക്കണം. എന്നിട്ട് ആ പ്ലീസിങ് എന്ന് പറഞ്ഞൊരു സംഗതി ഉടച്ചു കളയണം. പിന്നെ അതുപോലെ തന്നെ അവൾക്ക് വേണ്ടി അവളോട് പറയണം, ഇത് പരിശുദ്ധാത്മാവിന് മാത്രമേ സുഖപ്പെടുത്താൻ കഴിയും, അവളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ആ ലഹരി അവളിൽ ഏൽപ്പിച്ചിരിക്കുന്ന മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള തകരാറുകളെ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് അത് മനസ്സിലാക്കാൻ അവളെ സഹായിക്കണം. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇത്തരം കേസുകളിൽ ഒരു മെഡിക്കൽ കൗൺസിലിങ്ങിൻ്റെയും ചികിത്സയുടെ ആവശ്യമുണ്ട്. അത് എന്തുമാത്രം അത് ആഴത്തിൽ പോയിട്ടുണ്ടെന്ന് നോക്കണം, എത്തിയിരിക്കുന്നു എന്നുള്ളൊരവസ്ഥ കൊണ്ടാണ്. ഇപ്പം അങ്ങനെ അതൊരു അത്രയും ഈ കുട്ടി എത്താനായിട്ട് കാര്യമായിട്ടില്ല. അത് നമ്മുടെ ഈ കത്തിൽ നിന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കാറ്. ഇതിപ്പം ഇതിൻ്റെ ഒരു തുടക്കത്തിലാണ് ഇവൾ എത്തി നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് പിന്നെ മാതാക്കന്മാരുടെ പ്രാർത്ഥനയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് അച്ഛൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, മുട്ടുമ്പൽ നിന്നിട്ട് മാത്രമേ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ പറ്റുള്ളൂ. അതെ. റോമർക്കുടെ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 12-14 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാനായിട്ട് പോവുകയാണ്. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിധിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഈ വചനം ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയും ആ വചനം പല പ്രാവശ്യം അവളെ കൊണ്ട് ഏറ്റു ചെല്ലിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം ദൈവവചനത്തിൽ ഇതും ആത്മാവും ജീവനും അടങ്ങിയതാണ്. അതുകൊണ്ട് ആ വചനം വായിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടാകും. അവൾക്ക് ആഴത്തിൽ അനുദപിക്കാനായിട്ട് അത് സഹായകരമായി തീരും. അവളുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന അടിമത്വം അത് അവസാനിക്കാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ അവളെ സഹായിക്കുന്ന മറ്റൊരു ബൈബിൾ ഭാഗമാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹ ആരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയ്ക്ക് സദൃശമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. അപ്പോൾ ഈ തിരുവചനങ്ങൾ ഒരു നല്ല കുംസാരം നടത്താനും
പിന്നെ അനുദമിക്കാനും തീർച്ചയായിട്ടും ഈ കുട്ടിയെ സഹായിക്കും. ഇതുപോലെ തന്നെ ഇവളെ സഹായിക്കുന്ന ഒരു ബൈബിൾ ഭാഗം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസ് 4-ാം അധ്യായം 3-ാം വാക്യം, വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹ ആരാധനയിലും മുഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു. അവരുടെ ദുർവൃത്തികൾ ഇപ്പോൾ നിങ്ങൾ പങ്കുചേരാത്തത് കൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവൻ്റെ മുമ്പിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും. എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെപ്പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. ഈ തിരുവരം ഒക്കെ പല പ്രാവശ്യം ഈ കുട്ടിയെ കൊണ്ട് വായിപ്പിച്ച് അങ്ങനെ ഒരു ആത്മീയമായിട്ട് ഒരു സൗഖ്യത്തിലേക്ക് വരണം. അതുപോലെ തന്നെ മാതാക്കന്മാരും അവരുടെ ഈ കുട്ടിയെ വളർത്തുന്ന രീതിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവരും ദൈവം സ്വയം പരിശോധിച്ച് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിച്ച് കുടുംബത്തിൽ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുക. കർത്താവ് ഒരു പക്ഷേ ഈ തെറ്റായ ബന്ധങ്ങളൊക്കെ വലിയ ഒരു അടിമത്തം എന്ന് പറയുമ്പോൾ അതൊരു പൈശാചിക പീഡയാണ്. അതെല്ലാം മാതാപിതാക്കന്മാരുടെ ദൈവ അധികാരം നൽകിയിട്ടുണ്ട്. അവർ ശരിക്കും പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇതാണ് സ്നേഹപൂർവ്വം പറയുവാനുള്ളത്. സ്നേഹമുള്ളവരെ, ലഹരിമരുന്നിന് അടിമയായ ഒരു മകളെക്കുറിച്ചുള്ള അപ്പൻ്റെ വേവലാതിയാണ് ഇന്നത്തെ കത്തിലൂടെ അച്ഛൻ ചർച്ച ചെയ്തത്. ഇതിലാദ്യം അച്ഛൻ പറയുന്നത് ഈ കുട്ടിയുടെ അമ്മയ്ക്കും അപ്പനും ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയായിട്ടാണ് അച്ഛൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം ആദ്യമേ തന്നെ ആഴത്തിൽ ഈ മാതാപിതാക്കളൊന്നും മനസ്സിലാക്കാൻ അച്ഛൻ നിർദ്ദേശിക്കുകയാണ്. ഇതിൽ ഈ അപ്പനാണ് ഇത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ളത്. എന്നിട്ട് ഇത് അപ്പന് അമ്മയോട് പറയാനായിട്ട് മടിയും. അപ്പനും അമ്മയും കൂടാതെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല. കാരണം പലപ്പോഴും കുടുംബങ്ങളിൽ മക്കൾ അപ്പൻ്റെയോ അമ്മയുടെയോ പ്രീതി പിടിച്ചു പറ്റി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടെന്ന് അച്ഛൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിനെ ഇവിടെ തകർത്ത് അപ്പനും അമ്മയും ഒറ്റക്കെട്ടായി നിന്ന് ഈ പ്രശ്നത്തെ പരിഹരിക്കണം. രണ്ടാമതായി, ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് മയക്കുമരുന്നിന് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു തരം ബന്ധനത്തിൽ, പൈശാചിക ബന്ധനത്തിൽ പെട്ട പോലെയാണ്. ആ ഗ്യാങ് ഇവളെ ഉപേക്ഷിക്കില്ല. ഇവൾക്ക് സ്വയം അതിൽ നിന്ന് വിട്ടുപോരാൻ കഴിയുമില്ല. ഇവിടെ ഈ മാതാപിതാക്കൾ ആദ്യമേ അന്വേഷിക്കണം, എങ്ങനെയാണ് ഇവൾക്ക് ഇതിനായിട്ടുള്ള പണം കിട്ടിയത്? ഇവരെ അപ്പൻ കൊടുത്തതാണോ, അമ്മ കൊടുത്തതാണോ? ഇത് രണ്ടുമല്ലെങ്കിൽ ഇവളെങ്ങനെ ഈ പണം ഉണ്ടാക്കുന്നു? അടുത്ത കാര്യം അച്ഛൻ ശ്രദ്ധിക്കാൻ പറയുന്നത്, ഇത് ഇവൾ കൂട്ടുകാരികളുമായിട്ട് ഉള്ള ഒരു പ്രചോദനത്തിൽ നിന്ന് രൂപപ്പെട്ടതാണോ, അതോ അവളുടെ സ്വന്തം വ്യക്തിത്വ വൈകല്യങ്ങൾ കൊണ്ട് അവൾ പോയി പെട്ടിട്ടുള്ള ഒരു കെണിയാണോ? ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് ഒന്ന് പരിശോധിക്കാൻ അച്ഛൻ നിർദ്ദേശിക്കുകയാണ്. മൂന്നാമതായിട്ട് അച്ഛൻ പറയുന്നത്, ഇതിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനം നേടാൻ മനുഷ്യൻ്റെ ഭൗതികപരമായ പ്രവൃത്തികൾ കൊണ്ട് അസാധ്യമാണെന്നാണ്. മുട്ടിന്മേൽ നിന്ന് മാതാപിതാക്കൾ ഇതിന് പരിഹാരം കാണണം. അതാണ് അച്ഛൻ നിർദ്ദേശിക്കുന്നത്. അത്രയ്ക്ക് പ്രശ്ന സങ്കീർണമാണ് മയക്കുമരുന്നിൻ്റെ അടിമത്തം. നാലാമതായി ഇമ്മീഡിയറ്റായിട്ട് ചെയ്യേണ്ടത്, ഇവളെ അവളുടെ ഗ്യാങ്ങിൽ നിന്ന് പുറത്ത് കടക്കാൻ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല പല കാരണങ്ങൾ കൊണ്ടും. ഒന്ന്, അവരുടെ വരുമാന മാർഗമാണ്. രണ്ട്, ഇവൾ പുറത്തു പോയാൽ ഇവരെ ഒറ്റിക്കൊടുക്കുമോ എന്ന ഭയമുണ്ടാകും. അതുകൊണ്ട് ഇവളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവളെ ഇമ്മീഡിയറ്റായിട്ട് കോളേജിലേക്ക് പോകുന്നത് നിർത്തി
അവളോട് തുറന്ന് സംസാരിക്കണം. കാരണം ഇത് മിക്കവാറും അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ഒരു ആരംഭദശയിലുള്ളതായിട്ടാണ് അച്ഛൻ കാണുന്നത്. ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളത് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. അവർ സ്വയം എളിമപ്പെടണം. ദൈവത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റുപറ്റി, അതുകൊണ്ട് അങ്ങ് തന്നെ സഹായിക്കണമെന്ന് ദൈവം തിരുമുമ്പിൽ കുമ്പസാരിച്ച് അവരെളിമപ്പെടണം എന്നാണ് അച്ഛൻ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അവളുടെ കോളേജിലുള്ള പോക്ക് നിർത്തുക, അവളുമായിട്ട് കൂടുതൽ സമയം സംസാരിക്കാൻ സമയം കണ്ടെത്തുക. ചില വചനങ്ങൾ അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നും റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വചനങ്ങൾ അവളെ വായിച്ച് കേൾപ്പിച്ചു കൊടുത്ത് മയക്കുമരുന്നിൻ്റെയും ദുരാസക്തിയുടെയും ജഡികാഭിലാഷങ്ങളുടെയും അടിമത്തത്തിൽ നിന്ന് അത് മോചനം നൽകാൻ അവളെ സഹായിക്കും എന്നാണ് അച്ഛൻ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ സമീപിക്കണമെന്നും അവളുടെ കോളേജിലുള്ള പോക്ക് തൽക്കാലം നിർത്തണമെന്നും അതിലൂടെ ക്രമേണ കൂടുതൽ അവളുമായിട്ടുള്ള സംഭാഷണത്തിലൂടെ അവളെ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് അച്ഛൻ സൂചിപ്പിക്കുന്നത്. അച്ഛാ, നമുക്ക് ഈ കുട്ടിക്ക് വേണ്ടിയും ഇതുപോലെ കെണിയിലകപ്പെട്ട മക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരു വാചകം കൂടെ ചേർക്കുകയാണ്. തോമസും പിന്നെ ഭാര്യയും മകളും വന്ന് ഒരു 1-2 ആഴ്ച ധ്യാനം കൂടണം എന്ന കാര്യം വളരെ അത് നിർബന്ധമായ ഒരു കാര്യമായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, എത്രയോ കുട്ടികളാണ് തോമസിൻ്റെ ഭവനത്തിൽ മാത്രമല്ല എത്രയോ ഭവനങ്ങളിൽ ഇങ്ങനെ നിരപരാധികളായ കുട്ടികൾ തകർന്ന് തരിപ്പണമായി തീരുന്നു. അറിവില്ലായ്മയാണ് അവരെ ഇത്തരം അനുഭവങ്ങളിലേക്ക് നയിക്കുന്നത്. ദൈവമേ, മാതാക്കന്മാർ നിസ്സഹായരായി നിൽക്കുന്ന ഇത്തരം സാഹചര്യങ്ങൾ ഇന്ന് അനേകം കുടുംബങ്ങളിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് നിരന്തരം മാതാക്കന്മാർ കണ്ണുനീര് വീണ് കുടുംബങ്ങൾ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ കുടുംബങ്ങളെല്ലാം ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. ലഹരിക്ക് അടിപ്പെട്ട് പോയിട്ടുള്ള സർവ്വ മനുഷ്യർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള ഈശോയെ, ഈ മകൾക്ക് വേണ്ടിയും ഇവളെ പോലെ ബന്ധനങ്ങളിൽ കഴിയുന്നവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പൈശാചികമായ ഈ പീഡയിൽ നിന്ന് ഈ മകളെയും കുടുംബത്തെയും മോചിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവേ സ്തോത്രം. ഈശോയെ നന്ദി. ആമേൻ. പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് പനക്കലച്ചൻ കത്ത് വായിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.